അസ്സലാമലൈക്കും. കോഴിപ്പാടിനാണ്. എന്താണ് മാക്സ് 7 എന്നും അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്നും പല ആൾക്കാർക്കും അറിയില്ല. കാരണം നമ്മളെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങാടിയിലുള്ള ആളുകൾക്കോ ഇപ്പോൾ എന്താണ് മാക്സ് 7 എന്നും മാക്സ് 7 എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. ഈ വീഡിയോ എല്ലാവരും നിർബന്ധമായിട്ട് കാണുക. എന്താണ് മാക്സ് 7 ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കണം എന്നുള്ളതും ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. മാക്സ് 7 എന്നാൽ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. അതായത് ഏകദേശം ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഒരു റിട്ടയർഡ് ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് ഏകദേശം 21ഓളം എക്സർസൈസുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു എക്സസൈസാണ് മാക്സ് 7 എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും നമ്മളെ എക്സസൈസിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് ഈ ഒരു എക്സസൈസ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഈ സമയം കൊണ്ട് സാധിക്കുന്നു. ഏകദേശം ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു എക്സസൈസ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 100ഓളം അംഗങ്ങൾ 60-ന്റെ 100-ന്റെ ഇടയിലുള്ള ആളുകൾ ദൂരെ മാക്സ് 7 പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ദിനം പ്രതി ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. വനിതകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എക്സസൈസ് സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ രീതിയിലായതുകൊണ്ട് തന്നെ ആളുകൾക്കാർക്കും പ്രായ ഭേദമന്യേ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. അവർക്കാർക്കും ഒരു ആരോഗ്യപരമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു എക്സസൈസുമായിട്ട് മുന്നോട്ട് പോകാം. മാക്സ് 7 3 മാസത്തിലേറെയായി ഇവിടെ തുടങ്ങി. അതായത് തുടക്കത്തിൽ നമ്മളൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പലരും ഒരാശങ്ക ഉണ്ടായിരുന്നു. ഇത് 10 ദിവസം നിലനിൽക്കില്ല, 15 ദിവസം നിലനിൽക്കും. പക്ഷേ ഇപ്പോൾ അനുദിനം ഡെയിലി ഇപ്പം 4 ആൾ കൂടിയിട്ടുണ്ട്. 4-5 ആൾ പേര് നാളെ കൂടിയാണ്. ഏകദേശം ഒരു 70-75 ആൾ വരെ നമുക്ക് നമ്മുടെ മാക്സ് 7 എന്നെ സംബന്ധിച്ചത് നമുക്ക് ഈ രാവിലെ എത്ര സമയത്ത് ഇത്ര ആളുകൾ കൂടുന്ന ലോകത്തൊരു സംരംഭം, കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദം എന്നീ വ്യത്യാസങ്ങളാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാവരും ഒരു കുടുംബം മാതിരി ഇങ്ങനെ വന്ന് അഭ്യാസം നടത്തുന്ന ഒരു എക്സസൈസ് ലോകത്ത് വേണമെങ്കിൽ മാക്സിമം മാത്രം. ഇതിന് ശരിക്കും അഭിനന്ദിക്കേണ്ടത് നമ്മളെ സലാഹുദ്ദീൻ സാറാണ്. ഇതിന് ഉത്ഭവം ഉണ്ടാക്കിയ ഒരു എക്സ് മിലിറ്ററി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ഇത് നല്ല ഡോക്ടർമാരോടൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് സംഭവം നടത്തുന്നത്. ഇപ്പം ഇന്ന് ലോകത്ത് തന്നെ നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പം ഇതിൻ്റെ കീഴിൽ മാക്സ് 7 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വിദേശത്തടക്കം എല്ലാ സ്ഥലത്തും നമ്മൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇപ്പോഴത്തെ ഈ മുറ്റം നമുക്ക് പോരാതെ വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. സ്വന്തം ആരോഗ്യം മാത്രം ലക്ഷ്യമാക്കിയിട്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട. നാളെ പാലേറ്റീവ് കാളുണ്ടാക്കുക അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ കിടക്കൽ ഒഴിവാക്കാൻ ഒരു പരിധിവരെ രോഗമുക്തമാക്കാൻ തയ്യാറുള്ള ആളുകൾ രാവിലെ 6:15 നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്ത് എത്തിച്ചേരണം. ഇതിൽ പ്രത്യേകമായ ഒരു നിർദ്ദേശമല്ല, പ്രത്യേകമായ ആർക്കും ഒരാളുമില്ല, പ്രായപരിധി ഇല്ല. 6 വയസ്സ് നമ്മുടെ കുട്ടി ഡെയിലി ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് ഇവരൊക്കെ ശരിക്കും ദിവസം വന്നില്ലെങ്കിൽ പ്രയാസമുള്ള ആളാണ്. അത്ര വിഷമമുള്ള ആളുകളൊക്കെ ഇതിലുണ്ട്. ഏതായാലും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ 3 മാസം കൊണ്ട് ഒരുപാട് ആളുകളുടെ അനുഭവം ഇവിടെ നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. ഈ അനുഭവ വെളിച്ചത്തിൽ നല്ലൊരു പരിപാടിയാണ്. ഏതായാലും തുമ്പൂർ പഞ്ചായത്തിലെ ഇതിൽ പറ്റുന്ന ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കും. ലേഡീസിനെ നമ്മുടെ കാലത്ത് കുഞ്ഞാപ്പാതിൻ്റെ മുറ്റത്ത് അവർക്ക് സ്വന്തമായിട്ട് സെപ്പറേറ്റ് ലേഡീസ് ട്രെയിനർമാർ വെച്ചിട്ട് ഈ പരിപാടി ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുപ്പിക്കണം എന്നാണ് പറയാനുള്ളത്.